ചൈനയുടെയും പാകിസ്ഥാന്റെയും സൈനിക നീക്കങ്ങൾ വിൽക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇന്ത്യ. ഇത് വാങ്ങാൻ യുഎസും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ക്യൂവിലാണ്. പ്രശാന്ത് സാർ, പുറത്തു വരുന്ന ഈ ഒരു റിപ്പോർട്ടിന്റെ പിന്നിൽ എന്താണ്? ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു നീക്കവും അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനവും ഒക്കെ ഇപ്പൊ വെളിയിൽ വരുന്നു. സ്പൈ ഡേറ്റാസ് ഒരുപക്ഷെ ഇന്ത്യ പോലും വാങ്ങിച്ചിരുന്നതും അല്ലെങ്കിൽ ലോകത്ത് ഇത്തരത്തിൽ ഡേറ്റാസ് കൊടുത്തുകൊണ്ടിരുന്ന രാജ്യം ഇസ്രായേലാണ്. അമേരിക്കയും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതായത് ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സിന്ദൂരിൽ നമ്മൾ ശേഷം ഉള്ള വിശദീകരണത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞില്ലേ, നമ്മളുടെ ഈ പറയുന്ന ചാര ഉപഗ്രഹങ്ങളുടെ ഡീറ്റെയിൽസ് ആ യുദ്ധം ജയിക്കുന്നതിന് വേണ്ടി വലിയ വലിപ്പത്തിൽ നമ്മളെ സഹായിച്ചു. മറ്റ് എല്ലാത്തിനും ഉപരി എല്ലാത്തിന്റെയും കൂടെ കൂട്ടിച്ചേരലായിരുന്നു ആ യുദ്ധം. അതായത് അതിനകത്ത് എവിടൊക്കെ എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നു എന്നത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം നമ്മൾക്ക് ആ പദ്ധതി, അതായത് സിന്ദൂർ എന്ന് പറയുന്ന പദ്ധതി ആ യുദ്ധത്തിനകത്ത് തിരിച്ചടി കൊടുക്കാൻ സാധിച്ചു. അത് നമ്മൾക്ക് വലിയ വിജയം സമ്മാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് സിന്ദൂറിന് ശേഷമുള്ള വിശദീകരണം നടത്തിയതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയോടും ലോകത്തോടും പറഞ്ഞതാണ്. ഇപ്പം ഏതാണ്ട് 52ഓളം ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറായിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ചാര ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തോടു കൂടി ഒരുപക്ഷെ ഇത് ഏറ്റവും കൂടുതലായിട്ട് പല കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നത് ഒപ്പിയെടുക്കാൻ സാധിക്കും. അതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ചൈന, പാകിസ്ഥാൻ എന്ന രാജ്യങ്ങൾക്കകത്ത് നടക്കുന്ന സൈനിക നീക്കങ്ങൾ, അതായത് 24 മണിക്കൂറും into 7, 24 മണിക്കൂർ 7 ദിവസം രാത്രിയിലും പകലും നിരീക്ഷിക്കത്തക്ക രീതിയിൽ ഉള്ള സംവിധാനം ഇന്ത്യ ഒരുക്കുന്നു. അപ്പം അതിനകത്തെ ആ ചാര അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് എടുക്കുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി ഈ പറയുന്ന അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ കരാറുകൾ ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള വാർത്ത വരുന്നു. അപ്പം ഇതിനകത്ത് ഇത് സംഭവിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ സിന്ദൂരിന്റെ സമയത്ത് നമ്മളുടെ ഡീറ്റെയിൽസ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡീറ്റെയിൽസും ഒക്കെ പാകിസ്ഥാന് കൈമാറിയിരുന്നത് ചൈനയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കൈമാറിയിരുന്നു എന്നുള്ള വിവരം നമ്മൾക്ക് കിട്ടിയതിന് ശേഷമാണ് ധൃതിയിൽ ഇത്തരത്തിൽ ഒരു തീരുമാനവുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇത് അമേരിക്ക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക നാറ്റോ രാജ്യങ്ങൾക്ക് ഇത് ഇത്തരത്തിൽ ഡീറ്റെയിൽസ്, ആവശ്യമായ ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ ഉപഗ്രഹ ചിത്രങ്ങളുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട്. ഈ ഇസ്രായേൽ ഇത്തരത്തിൽ ഈ പണി വളരെ നേരത്തെ ചെയ്യാറുണ്ട്. അവരുടെ നിന്ന് റഷ്യ മേടിക്കാറുണ്ട്, ഇന്ത്യ മേടിക്കാറുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം ഇന്ത്യ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലേക്ക് ഉള്ള നീക്കമാണ്. ഇത് ഏണ്ട 26,000 കോടി രൂപയാണ് ഇതിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ആ ചെലവ് ഈ പറയുന്നത് പോലെ ഇത് വിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇതിന് 300 കോടി രൂപ വരെ ആണ് വാങ്ങിക്കുന്നത്. അപ്പം ഏതാണ്ട് 4-5 കൊല്ലം കൊണ്ട് ഈ പദ്ധതിക്ക് ഉപയോഗിച്ച ചെലവ് തിരിച്ചു കിട്ടത്തക്ക രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ ചെലവ് തിരിച്ചു കിട്ടും എന്നാണ് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ മറികടന്ന് നമ്മൾ നേരത്തെ ഞാൻ ഇതിന്റെയൊക്കെ ഓർമ്മിപ്പിക്കാം, വാജ്പേയിയുടെ കാലത്ത് നമ്മൾ ഒരു അണുപരീക്ഷണം നടത്തിയാണല്ലോ പൊക്രാനിൽ. അന്ന് ഈ പറയുന്ന ലോകത്തെവിടെയും അണുപരീക്ഷണം നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ നീക്കങ്ങളുണ്ടോ എന്നൊക്കെയുള്ള സാറ്റലൈറ്റ് ഉപയോഗിച്ച്, ചാരോപഗ്രഹം ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരുന്നതിനെയൊക്കെ മറികടന്നാണ് നമ്മൾ അന്നത് ആ അണുപരീക്ഷണം നടത്തിയത്. അപ്പൊ അണുപരീക്ഷണം നടത്തിയത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾക്കും പറയാൻ അറിയത്തില്ല. ഇന്ത്യ ഇതുവരെ വെളിയിൽ വിട്ടിട്ടുമില്ല. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഡീറ്റെയിൽസ്, അതായത് ഇപ്പം എന്തെല്ലാം നീക്കങ്ങൾ ചൈനയിൽ നടക്കുന്നു, അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ, അവരുടെ ഈ പറയുന്ന വ്യോമത്താവളങ്ങളുടെ നീക്കങ്ങൾ, അല്ലെങ്കിൽ ഈ മറ്റ് വ്യോമ സേനയുടെ നീക്കങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പല നീക്കങ്ങൾ, ഇതെല്ലാം എപ്പോഴും ആകാശത്ത് നിന്ന്, അതായത് ആകാശം കീഴടക്കി അത് ഒപ്പിയെടുക്കാൻ വേണ്ടി ഇപ്പൊ ആകാശത്ത് നിന്ന് സാറ്റലൈറ്റ് ഫോട്ടോ എടുത്താൽ ചൈനയ്ക്കൊന്നും ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഫ്രാൻസും ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും ഒക്കെ സമീപിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടലുകളിലെ നീക്കങ്ങൾ, ഈ നാവിഗേഷൻ അല്ലെങ്കിൽ നേവിയുടെ മറ്റു രീതിയിലൊക്കെ കടലുകൾ ഒരുപക്ഷെ ഒരു പരിധിയിലപ്പുറം
പല നീക്കങ്ങളും നടത്തുന്നതിനും കടലുകൾ കയ്യിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. അപ്പൊ അവരുടെ പല ഷിപ്പുകൾ നമ്മൾ പല ടോക്കുകളിലൊക്കെ പറഞ്ഞിട്ട് ഉദ്ദേശിക്കാത്ത സ്ഥലത്തൊക്കെ വന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ. ഇപ്പൊ പണ്ടൊരു ഷിപ്പുമായിട്ട് അറിയാമോ, നമ്മുടെ ഈ അവരുടെ ഈ ഡീറ്റെയിൽസും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളും ഒക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ചാര പദ്ധതിയുള്ള ഒരു വലിയ ഷിപ്പ് ഈ ലക്ഷദ്വീപിൽ വന്ന് കിടന്നു. അവിടെ വന്ന് കിടന്നപ്പോൾ ഈ ഷിപ്പ് ഇതേ കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ എവിടെങ്കിലും വന്നാൽ ആ പ്രദേശത്തുള്ള നമ്മുടെ സൈനികവും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അന്ന് ലക്ഷദ്വീപിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞതൊക്കെയും പറഞ്ഞു, അത് അവിടെ അടുക്കുന്നതിന് വേണ്ടി ആ തുറമുഖത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രദേശത്ത് അത് അനുവദിക്കരുതെന്ന് പറഞ്ഞു. അന്ന് ലക്ഷദ്വീപ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ലക്ഷദ്വീപിന് ഇന്ത്യയുടെ അത്രയും അടുപ്പം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾ ലക്ഷദ്വീപ് ചൈനയുമായിട്ട് അല്പം സമ്പർക്കത്തിലുള്ളതായതുകൊണ്ട് ചൈനയ്ക്ക് അത് അനുവദിക്കാം. പക്ഷെ അന്ന് ചൈന കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് അവസാനം ഈ പറഞ്ഞതുപോലെ F-35 പറ്റിയതുപോലെ ചൈനയ്ക്ക് ഇതൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അവരുടെ മൊത്തം ഡേറ്റ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളും ജാം ചെയ്തു കളഞ്ഞു ഇന്ത്യ. അതായത് ഒന്നും അവർക്ക് നടത്തിയെടുക്കാൻ പറ്റിയില്ല. അതിനെ മറികടന്ന് നമ്മൾ അവരുടെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ ഉദ്യമം അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്ന കപ്പൽ അതിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ജാം ചെയ്ത് കളഞ്ഞു. പിന്നെ അവർ അവിടുന്ന് പോകുന്നൊക്കെ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ അത്തരത്തിലല്ല. ഇത് ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിന് ഈ സൈന്യ നീക്കങ്ങൾ മാത്രമല്ല, ഈ ഈജിപ്റ്റ് പോലെയുള്ള രാജ്യവും മറ്റ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യം ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മറ്റ് കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഈ പറയുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതുപോലെ രഹസ്യ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഡാമുകളുടെ പ്രശ്നം, മറ്റ് കൃഷിക്ക് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ, മറ്റു പല രീതിയിലുള്ള ഡീറ്റെയിൽസ്. അപ്പം ആ രീതിയിലേക്ക് ഇത് വരുമ്പോൾ ഈ പറയുന്നത് പോലെ ലോകത്തിന് മൊത്തവും ഇന്ത്യയെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ കൂട്ട് സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളും അല്ലെങ്കിൽ ഈ സ്പേസിൽ ഇത്രയും സംവിധാനങ്ങളുള്ള രാജ്യങ്ങളും ഒക്കെ ഒരു പക്ഷേ അമേരിക്കയും ഇസ്രായേലും റഷ്യയും ചൈനയും ഒക്കെ ആവത്തുള്ളൂ. ബാക്കിയുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട്. അപ്പൊ ആ കൊച്ചു കൊച്ചു രാജ്യങ്ങൾക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽസ് അത്യാവശ്യമായിട്ട് വരും. ഈ സൈനിക നീക്കങ്ങൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കൃഷി സംബന്ധമായിട്ടും കാലാവസ്ഥ സംബന്ധമായിട്ടും മറ്റു പല രീതിയിലേക്കുള്ള നീക്കങ്ങൾ. അപ്പൊ അവർക്കെല്ലാം ഇത് ഉപകാരപ്പെടുന്ന രീതിയിലേക്കുള്ള ചാര ഉപഗ്രഹങ്ങൾ ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇന്ത്യ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യ നമ്മള് ഈ നേരിട്ട് ബഹിരാകാശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്വയം പര്യാപ്തം അല്ലെ വ്യക്തികൾക്ക് കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം സ്പേസ് ടാക്സി എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ. ഈ അദാനിയ ഉൾപ്പെടെയുള്ളവരും അല്ലെങ്കിൽ എനിക്ക് ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അവരും ഈ രീതിയിലേക്ക് ഇതിനകത്ത് വരും. അപ്പം കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ അവർക്ക് സംവിധാനങ്ങളിൽ അപ്പൊ ഈ പറഞ്ഞ സാറ്റലൈറ്റുകളും അല്ലെ ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ വിക്ഷേപിച്ചു കൊടുത്തിട്ട് പൈസ വാങ്ങുന്ന ഒരു കാര്യം, അത് സ്പേസ് ടാക്സി എന്നാണ് തോന്നുന്നത് അതിന്റെ പേര്. അപ്പം ആ രീതിയിലേക്കും ഉള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാത്രമല്ല ഈ പറയുന്ന ഇന്റർനെറ്റ് സംവിധാനം സ്വന്തമായിട്ടുള്ളത്, ചൈനയ്ക്കും റഷ്യക്കും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പട്ടാളത്തിന് ആ സംവിധാനം ഉണ്ടെന്ന് നാവിഗേഷൻ എന്ന് പറയുന്നത്, പട്ടാളം ഇപ്പം വേറെ ആൾക്കാരുടെ കാര്യം ഉപയോഗിക്കുന്നു. അപ്പം അതിനും ഒരു തീരുമാനം ആകും എന്ന് പറയുന്നുണ്ട്. 2027 ആകുമ്പോഴത്തേന് നമ്മുടെ ഗഡ്കരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് തീരുമാനം സ്വന്തമായിട്ട് ഈ നെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം മസ്കിന്റെ അറിയത്തില്ലേ, നമ്മളിപ്പം ഇവിടെ മേടിച്ചിട്ടില്ലേ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നെറ്റ് സംവിധാനം, അതേ രീതിയിലേക്കുള്ള സംവിധാനം, അതിനെക്കാട്ടി മുന്തിയ സംവിധാനം ഓഫ്ലൈൻ സിസ്റ്റത്തിൽ പോലും ഈ മണി ട്രാൻസ്ഫർ, ഗൂഗിൾ പേ മറ്റ് കാര്യങ്ങളൊക്കെ രീതിയിലേക്ക് വരത്തില്ലേ. അപ്പം അതിനെക്കാട്ടി ഓഫ്ലൈനിൽ അതിനെക്കാട്ടി മുന്തിയ സംവിധാനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു നീക്കമാണ്. ഇത്തരത്തിൽ ഒരു ചിത്രത്തിന് പോലും 300 കോടി രൂപ ഈടാക്കി ഈ പറയുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും പ്രത്യേകിച്ച് അതിനകത്താണ് കൂടുതൽ നിരീക്ഷണം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾക്കും ആ ഡീറ്റെയിൽസിനകത്ത് അല്ലെങ്കിൽ നിരീക്ഷണം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ സൈനിക നീക്കങ്ങളും പദ്ധതികളും തയ്യാറാക്കാൻ സാധ്യതയുള്ളതും നമ്മുടെ ശത്രുവായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് നിൽക്കുന്ന പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ആയതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് കൂടുതൽ കളക്ട്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ആവശ്യമായി വരുന്നത്, ചൈനയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ അമേരിക്കയ്ക്ക് ആവശ്യമാണല്ലോ, അതുപോലെ ഇസ്രയേലിന് ആവശ്യമാണല്ലോ. പാകിസ്ഥാനിന്റെ നീക്കങ്ങളും ഇതുപോലെ ഒരുപക്ഷെ ഇസ്രയേലിനും ഫ്രാൻസിനും ഒക്കെ ആവശ്യമാണ്, അമേരിക്കയ്ക്ക് പിന്നെ എല്ലാവരുടെയും വേണം. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഏതാണ്ട് 52ഓളം പുതിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ചാര നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി
ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. സിന്ധൂറിന് ശേഷം ഒരു സുപ്രധാനമായ തീരുമാനമാണ്. ലോകത്ത് ഉള്ള മറ്റ് രാജ്യങ്ങൾക്കപ്പുറം ആകാശം നിരീക്ഷണത്തിനകത്ത് ഇന്ത്യ മുൻപന്തിയിൽ വരുന്നു. ആ രീതിയിലും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ വരുന്നു എന്ന് വേണം ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും പാകിസ്ഥാനെയും ചൈനയുടെയും നീക്കങ്ങൾ ഇന്ത്യ ശാസ്ത്രപരമായും സാങ്കേതികപരമായും ഇവർക്ക് മേലുള്ള സൈനിക നീക്കങ്ങൾ ഇന്ത്യ ശക്തമായി നിരീക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതിലൂടെ ഇതുവഴി ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിന് സാമ്പത്തികപരമായി വലിയ നേട്ടമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.